ഇന്ന് ഇന്ത്യക്ക് ടാരോട്ട് ചാനൽ റീഡിംഗ് നമുക്ക് നിങ്ങളുടെയും ആ വ്യക്തിയുടെ എനർജി പിന്നെ ആ ബന്ധത്തിന്റെ എനർജി അപ്പം നിങ്ങളുടെ നിങ്ങളുടെ എനർജി ആ വ്യക്തിയുടെ എനർജി ബന്ധത്തിന്റെ എനർജി. അപ്പൊ ഇന്ന് അങ്ങനെയാണ് ആറ് എക്സ്പെർട്സ് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് എനർജിയിലാണ്, നിങ്ങൾ ഈ എനർജിയിലാണെന്നാണ് പറഞ്ഞു തരുന്നത്. ആ വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജിയിലാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. ബന്ധത്തിന്റെ എനർജി ഈ എനർജിയിലാണെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളുടെ എനർജി നോക്കുമ്പം പിന്നെ നയൻ ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. പൈസയൊക്കെ സമ്പാദിച്ച് ഒരു സുന്ദരമായ ഒരു ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വീഴ്ചയല്ല, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വിചാരിച്ചു, ആ വിചാരങ്ങളിൽ ഒരു വീഴ്ചയാണ് കാണിക്കുന്നത് ഇവിടെ. അല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലല്ല, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന മറ്റ് കാര്യങ്ങളിൽ ഒരു വീഴ്ചയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഈ നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. ചിലപ്പം ആ വ്യക്തി നിങ്ങളെ അന്വേഷിച്ച് ഇനി വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പലവിധ ചിന്തകളെയാണ് ഈ ടവർ എന്ന കാർഡ് സൂചിപ്പിച്ചു മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തകർന്നു പോയി, ഇതിനി മുന്നോട്ടില്ല എന്നൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പൈസപരമായിട്ടൊക്കെ നിങ്ങൾ ഈ എനർജി നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മുന്നേറിയതായിട്ട് 9 എന്ന നമ്പറിൽ വരുന്നതായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് 7 ഓഫ് സോർഡ്സിന്റെ എനർജിയിലാണ്. പിന്നെ രണ്ടാമത്തെ എനർജി ദി എംപ്രസ് എനർജിയിലാണ്. അപ്പം 7 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പം പലവിധ ചിന്തകളാണ്, സ്ട്രഗിളിന്റെ ചിന്തകളാണ്. എങ്ങനെ അവരോട് തുറന്നു പറയും, എന്താണ് ഏതാണ്, ഇങ്ങനെയുള്ള പലവിധ ചിന്തകൾ മനസ്സിൽ വെച്ച് ചിന്തിച്ചങ്ങ് കൂട്ടുക എന്നൊരു എനർജിയാണ് 7 ഓഫ് സോർഡ്സിന്റെ എനർജി. അപ്പം ഈ വ്യക്തിക്ക് പലതരം ആതങ്കങ്ങളുണ്ട്. മുന്നിലോട്ട് വരാന് പലവിധ തടസ്സങ്ങളെ ഈ വ്യക്തി നേരിടേണ്ടി വരുന്നു എന്നാണ്. അപ്പം ആ തടസ്സങ്ങളെയൊക്കെ മറികടന്നു വിട്ട് വേണം ഈ വ്യക്തി മുന്നേക്ക് വരാന്. അപ്പൊ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഈ തടസ്സങ്ങളാണ് ഈ വ്യക്തിക്ക് മുന്നേറാൻ ഈ ആതങ്കങ്ങളെയൊക്കെ മറികടക്കണം എന്നാണ് കാണിക്കുന്നത്. പിന്നെ ദി എംപ്രസ് എനർജിയിലാണ്. അപ്പം ആ വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നല്ലത്, സർവസമ്പന്നത കാണിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഇതില് പോയിടത്ത് നല്ല ജോലി, പൈസയൊക്കെ കിട്ടുന്നുണ്ട്, നല്ല സുഖസമൃദ്ധമായ ജീവിതമാണ് ദി എംപ്രസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ആ വ്യക്തി ചിന്തയാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെയെന്ന് അമിത ചിന്ത കൊണ്ട് ഇങ്ങനെ ചിന്തിച്ചങ്ങ് കൂട്ടുന്ന ഒരു എനർജിയിലാണ് വ്യക്തി ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണ് മുഖ്യം, ഈ എംപ്രസ് എനർജിയിലോട്ട് വരാനും പൈസയാണ് മുഖ്യം എന്നാണ് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അടുത്തത് 8 ഓഫ് കപ്പിന്റെ എനർജിയും ദി എംപറർ കാർഡും ആണ്. അപ്പം 8 ഓഫ് കപ്പിന്റെ എനർജി എന്ന് പറയുമ്പം നല്ല ബന്ധത്തിലാണ് ആ വ്യക്തി വന്നതെങ്കിലും ആ വ്യക്തി അതിനെയൊക്കെ ഉപേക്ഷിച്ച് എന്തിനാണ് ഇനി റിസ്ക് നമുക്ക് എന്ന ഉദ്ദേശത്തോടുകൂടി പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരു എനർജിയാണ് ഈ 8 ഓഫ് കപ്പിന്റെ എനർജി. അപ്പം കാർഡ് ശ്രദ്ധിച്ചായിരിക്കും 8 കപ്പുകൾ ഇവിടെ ഉണ്ട്. ആ ഇല്ലാത്ത 2 കപ്പ് അന്വേഷിച്ച് മുന്നോട്ട് പോയ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്തിരിഞ്ഞ് നടന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഈ സ്നേഹം കൊണ്ട് ആ വ്യക്തി തൃപ്തനല്ല. അപ്പൊ ആ വ്യക്തി എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതൊക്കെയായിരിക്കും ഈ ചിന്തയുടെ ആവേശം. എന്തൊക്കെയോ ഈ ബന്ധത്തിൽ നിന്ന് ഈ വ്യക്തി അകന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു മേജർ ആർക്കാനുള്ള കാർഡ് അടുത്ത് വന്നത് ദി എംപറർ എന്ന കാർഡാണ്. ദി എംപറർ എന്ന കാർഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊരു പ്രപഞ്ച നിർണയമായ റിലേഷൻ ആണ്.
ഈ ആദ്യത്തേതിലും മേജർ അർക്കന വന്നു, രണ്ടാമത്തേതിലും മേജർ അർക്കന വന്നു, ഇപ്പൊ മൂന്നാമത്തേതിലും മേജർ അർക്കന വന്നെങ്കിൽ ഇതിൽ സ്പിരിച്വൽ കണക്റ്റഡ് റിലേഷൻ ആണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ എംപറർ എനർജി ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒത്തിരി 100 കൂട്ടം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും തുറന്ന് അങ്ങോട്ടും അവിടുന്നും പറയുന്നില്ല ഇവിടുന്നും പറയുന്നില്ല. ഈ ബന്ധം മാത്രം ഇങ്ങനെ ഒരു പേരിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആ വ്യക്തി ഉള്ളപ്പോൾ കുറച്ചൊക്കെ മിണ്ടും, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇപ്പോൾ, എങ്കിലും അങ്ങോട്ട് ആ പരിമിതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ എന്നാണ് ഈ എംപറർ എനർജി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അധിക സംസാരങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ബന്ധമുണ്ട്, ആ ഉണ്ട് എന്നുള്ളൊരു റിലേഷനാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 8 കപ്പ് കൊടുത്തിട്ടും ആ വ്യക്തി ഒരു സംതൃപ്തി കാണിക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ എനർജിയിലും ഈ ബന്ധം അങ്ങ് വിട്ട് കളയാം, ഇതിനെ വിട്ടിട്ട് പോകാം എന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ട്രഗിളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഈ കാർഡിൽ നമുക്ക്, ഈ സ്പ്രെഡിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി അകന്നു പോയ വ്യക്തി അടുത്ത് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാതെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ ഈ വ്യക്തി ഈ ആദ്യത്തെ വ്യക്തി, ഈ റീഡിംഗ് കാണുന്ന വ്യക്തി തിരിഞ്ഞു നടക്കാൻ തയ്യാറാണ് എന്നാണ് ഈ റീഡിങ്ങിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ആ വ്യക്തി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ബന്ധത്തിൽ സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ട് ഈ സത്യങ്ങളെയൊക്കെ തുറന്നു പറഞ്ഞ് ഈ വ്യക്തി തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബന്ധം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി കമ്മ്യൂണിക്കേഷനിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ വ്യക്തി ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിച്ച് കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരിക എന്നാണ് മെയിൻ യൂണിറ്റ്. അതാണ് ഇന്നത്തെ ഏഞ്ചൽ റീഡിങ്, ഇന്നത്തെ ഏഞ്ചലിന്റെ ഇത് വന്നപ്പോഴും കമ്മ്യൂണിക്കേറ്റ് കെയർലി എന്നൊരു കാർഡ് വന്നിരുന്നു. അപ്പം എംപറർ എനർജിയിലാണ് ആ വ്യക്തി ഇരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസ് കാർഡ് കൂടെ നോക്കാം. ഏഞ്ചൽ ഈ ബന്ധത്തിൽ എന്താണ് പറയുന്നതെന്ന്. ഇത് നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. എസ് എന്ന കാർഡാണ്. അപ്പം നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, ഇത് ഉപേക്ഷിച്ചൊന്നും കളയണ്ട. നിങ്ങൾക്ക് ഇത് ഒരു സ്പിരിച്വൽ റിലേറ്റഡ് കണക്ഷൻ ആണ്, നിങ്ങൾക്കിത് നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഏഞ്ചലിന്റെ സപ്പോർട്ടോ യൂണിവേഴ്സിന്റെ സപ്പോർട്ടോ ഒക്കെ ഉണ്ട് ഈ ബന്ധത്തിൽ. ഇത് ഒരു തുറന്ന സംസാരമില്ല എന്നൊരു കുഴപ്പമാണ് ഈ ബന്ധത്തിനുള്ളത്. തുറന്ന സംസാരമില്ലെങ്കിൽ ഇവർക്ക് കണക്ട് ആവാൻ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഏഞ്ചൽസ് എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്